എറണാകുളത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ സിനിമാ താരങ്ങളും കളമറിഞ്ഞു കളിച്ചാൽ UDFന്റെ എക്കാലത്തെയും ഉറച്ച കോട്ടകളിലൊന്നായ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി അട്ടിമറി സാധ്യത ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. അതിനെ പറ്റിയ ജനസമ്മതനായ സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കുന്നുവെന്നാണ് സൂചന. KV തോമസ് 5 തവണ അനായാസം ജയിച്ചു കയറിയ മണ്ഡലത്തിൽ ഇക്കുറി ശക്തനായൊരു എതിരാളി വേണമെന്ന വികാരം ഇടതുമുന്നണിയിൽ തന്നെ ശക്തമാണ്. അതേസമയം കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം പിടിച്ചടക്കണമെന്ന കണക്കുകൂട്ടലിൽ BJPയും പോര് മുറുക്കുകയാണ്. KPCC പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴികെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MPമാരെല്ലാം മത്സരിക്കുന്നതായുള്ള സൂചനയുള്ളതിനാൽ KV തോമസ് തന്നെയാകും ഇക്കുറിയും എറണാകുളത്തെ സ്ഥാനാർത്ഥി. എന്നാൽ KV തോമസ് മാറണം എന്ന അഭിപ്രായം പാർട്ടിയിൽ ഉയരുന്നുണ്ട്. യുവാക്കളുടെ പ്രതിനിധിയായി ഒരാൾ വേണമെന്ന ആവശ്യമാണ് UDF പാളയത്തിൽ ശക്തമാകുന്നത്. മുൻ മേയർ ടോമി ചെമ്മണി, ഹൈബി ഈഡൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് ദീപക് ചോയ്, GCDA മുൻ ചെയർമാൻ N വേണുഗോപാൽ തുടങ്ങിയവരുടെ പേരുകളും ഇതിന്റെ ഭാഗമായി ഉയരുന്നുണ്ട്. റിമ കല്ലിങ്കൽ, ആഷിഖ് അബു, ശ്രീനിവാസൻ. അതേസമയം KV തോമസിനെ അട്ടിമറിക്കാൻ തക്ക വ്യക്തിപ്രഭാവമുള്ള സ്വതന്ത്രനെയാണ് LDF തിരയുന്നത്. 2014 സ്ഥാനാർത്ഥിയാകാൻ നിരവധി കരുത്തരായ നേതാക്കളുണ്ടായിട്ടും CPM ക്രിസ്റ്റിയെ നിയോഗിച്ചതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അമർഷം അന്ന് ഉണ്ടായിരുന്നു. പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി P രാജീവനെ എറണാകുളത്ത് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നു. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തിളങ്ങിയ ചരിത്രവും രാജീവിന് അനുകൂലമാണ്. അതേസമയം ചാലക്കുടി മണ്ഡലം നിലനിർത്താൻ രാജീവിനെ പാർട്ടി നിയോഗിച്ചേക്കുമെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് ഇടത് സ്വതന്ത്രനെ പരീക്ഷിച്ചേക്കും. നടി റിമ കല്ലിങ്കൽ, സംവിധായകൻ ആഷിഖ് അബു, നടൻ ശ്രീനിവാസൻ തുടങ്ങിയവരുടെ പേരുകളും ഇതിന്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. CITU നേതാവും മുൻ MPയുമായ K ചന്ദ്രൻപിള്ളയാണ് സാധ്യത കൽപ്പിക്കുന്നവരിൽ മറ്റൊരു പ്രമുഖൻ. അതേസമയം പുതുമുഖങ്ങളെ അണിനിരത്താനാണ് BJP ലക്ഷ്യമിടുന്നത്. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ BJP എറണാകുളത്ത് പുതുമുഖത്തെ പരീക്ഷിച്ചേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. NDAയുടെ ഘടകകക്ഷികളിൽ ആർക്കെങ്കിലും സീറ്റ് നൽകാൻ സാധ്യതയുണ്ടെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുൻ കേന്ദ്രമന്ത്രി PC തോമസിന് സാധ്യത കൽപ്പിക്കുന്നവരുമുണ്ട്. എറണാകുളത്തെ നിയമസഭാ മണ്ഡലങ്ങൾ ഇങ്ങനെയാണ്: കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും പോര് മുറുക്കാൻ തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും തീരുമാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.